എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ലഡുവാണ്. ലഡു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. എന്നാൽ വളരെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലഡു വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കിത് വിൽക്കാനും പറ്റും കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കറക്റ്റായിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇവിടെ ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് വലിയൊരു ചായക്കപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മെഷർമെൻറ്റായിട്ട് ഏത് കപ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ ബാക്കിയുള്ള അളവുകളെല്ലാം ആ സെയിം കപ്പിൽ വേണം എടുക്കാനായിട്ട്. ഞാനിതിൽ 2 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു യെല്ലോ കളറാണല്ലോ ലഡുവിന് ഉള്ളത്, അതിനാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നല്ല രീതിയിൽ ഒരു വിസ്ക് വെച്ച് തന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ 3/4 കപ്പ് വെള്ളം ആദ്യം അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ലതായിട്ട് നമുക്കിതിനെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. വെള്ളം വേണമെങ്കിൽ പിന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാമേ. ഞാൻ ഇത് എല്ലാം കലക്കി എടുത്തിട്ട് എത്രയും വെള്ളം വേണം എന്നുള്ളത് കറക്റ്റായിട്ട് പറയാം കേട്ടോ. ഞാൻ 1 കപ്പ് വെള്ളം മൊത്തം ഒഴിച്ച് കൊടുത്തിരുന്നു. പിന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിരുന്നു. മൊത്തത്തിൽ 1 കപ്പും 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ വെള്ളം നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. ഓരോ ബ്രാൻഡ് കടലമാവിനും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരുമായിരിക്കും. പിന്നെ നമ്മളൊരു ദോശമാവിൻ്റെ ആ ഒരു പരുവത്തി വേണം നമ്മളിതിനെ കലക്കിയെടുക്കാനായിട്ട്. കട്ടകളില്ലാതെ നല്ല രീതിയിൽ നമുക്കിതിനെ അങ്ങ് കലക്കിയെടുക്കാം. നിങ്ങൾക്കിങ്ങനെ കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മിക്സഡ് ജാറിലിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കട്ടകളൊക്കെ ഒടിഞ്ഞ് കിട്ടും. ഈ ഒരു പരുവത്തി വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട്. ഇവിടെ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ചധികം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി വരണം. ഇവിടെ ഞാനൊരു മെഷർമെൻറ്റ് കപ്പിലാണ് മാവ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊരു ഗ്ലാസ്സിലോ വല്ല മാവ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കിഴുത്തത്തവി നമുക്ക് വേണം. ഈ കിഴുത്തത്തവിക്കകത്തൂടെയാണ് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ ഇവിടെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണയുടെ മുകളിലോട്ട് നമുക്ക് ഈ കിഴുത്തത്തവി പിടിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു കയ്യിലെ മാവ് എടുക്കുക. എന്നിട്ട് കിഴുത്തത്തവിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കിഴുത്തത്തവി മറ്റേ കൈ കൊണ്ട് നല്ലതായിട്ട് എണ്ണയിലോട്ട് ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഈ മണി പോലെ ഈ മാവ് ഈ എണ്ണയിലോട്ട് വീഴും. അന്നേരമാണ് നമുക്ക് ബൂന്തി കിട്ടുന്നത്. പിന്നെ തീ ആണെങ്കിൽ അന്നേരം കുറച്ച് വെക്കുക. കുറച്ച് വെച്ചിട്ട് ഇത് അന്നേരം ഇളക്കിയെടുക്കുക. 1 മിനിറ്റ് മാത്രം ഇതിനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഒത്തിരി സമയം എണ്ണയിലിട്ട് ഇത് ഹാർഡാക്കി കളയരുത്. അങ്ങനെയാണെങ്കിൽ ലഡു ഭയങ്കര കട്ടിയായിരിക്കും. അന്നേരം ഇത് ജസ്റ്റ് മാവ് വേവണം, അത്ര മാത്രം മതി. 1 മിനിറ്റ് മാത്രം നിങ്ങളിങ്ങനെ വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ബൂന്തി മൊത്തം നമുക്ക് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. കുറച്ചൊക്കെ ഷേപ്പ്ലെസ് ആയിട്ട് കിട്ടും, അതൊന്നും കുഴപ്പമില്ല. നമ്മളിത് മിക്സഡ് ജാറിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഷേപ്പ് മാറി എന്ന് പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. എല്ലാ മാവും നമുക്കിതുപോലെ ബൂന്തിയാക്കിയെടുക്കാം. പിന്നെ ഇതുപോലെ കിഴുത്തത്തവിയിൽ നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കത്തില്ലേ, ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറേ പ്രാവശ്യം ഒഴിച്ച് കൊടുക്കുമ്പോൾ എൻ്റെ അടിയിൽ കിഴുത്തത്തവിയുടെ അടിയിൽ ഇങ്ങനെ മാവ് ഇങ്ങനെ പിടിച്ചിരിക്കും. ആ സമയമാകുമ്പോൾ നിങ്ങൾ മാവൊന്നും അടിഭാഗം ഒന്ന് തുടച്ച് കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിലും ഇങ്ങനെ മണി പോലെ മാവ് വീഴാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമുക്കിതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വരാം. എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാം ബൂന്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ കണ്ടില്ലേ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഷേപ്പൊക്കെ ഇല്ലാതെയും കിട്ടിയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. കണ്ടില്ലേ, കുറച്ചൊക്കെ നല്ലതായിട്ട് ബൂന്തിയായിട്ട്. ആദ്യമൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നത് നല്ല ബൂന്തിയായിട്ട് നല്ല മണി പോലെ കിട്ടും. ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇനി നമുക്കിത് കുറേശ്ശെ മിക്സഡ് ജാറിലോട്ട് പൊടിക്കുന്ന ചെറിയ ജാറുണ്ടല്ലോ, ആ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ പൊടിക്കാനല്ല, നിങ്ങൾ പൗഡർ പോലൊന്നും പൊടിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. കണ്ടോ, ഈ രീതിയിലാണ് കിട്ടേണ്ടത്. അത് കുറച്ച് അത് ബൂന്തിയായിട്ട് ഇങ്ങനെ കിടക്കും. ഒത്തിരി പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ലഡു പിടിച്ചെടുക്കുമ്പം അങ്ങനെ പൊടിഞ്ഞിരിക്കും. അപ്പോൾ മണി പോലെയൊക്കെ ഇരിക്കണമല്ലോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളതിനെ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കണം. അന്നേരം 1 കപ്പ് കടലപ്പൊടിക്ക് 3/4 കപ്പ് പഞ്ചസാര, അതാണ് ഇതിൻ്റെ കണക്ക് കേട്ടോ. ഞാൻ 2 കപ്പ് കടലമാവ് എടുത്തതും കൊണ്ട് 1.5 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒത്തിരി ആയി കഴിഞ്ഞാൽ ഈ ലായനി അങ്ങ് പറ്റിച്ചെടുക്കാൻ സമയമെടുക്കും. അതുകൊണ്ട് വെള്ളം കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ ഒരു നൂൽ പരുവാക്കിയെടുക്കണം. തീ മീഡിയത്തിലിട്ട് കൊടുത്ത് തന്നെ ഇതിനെ ഒരു നൂൽ പരുവാക്കിയെടുക്കുക. ഇത് ഒരു നൂൽ പരുവ് ആയോ എന്നറിയാൻ വേണ്ടി നിങ്ങളൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് ലൈനി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൽ അതങ്ങ് പരന്നു പോന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് 1 നൂൽ പരുവം ആയിട്ടില്ല. ശരിക്കും ഇത് 1 നൂൽ പരുവം ആയി കഴിയുമ്പോൾ നമ്മൾ വെള്ളത്തിലോട്ട് ഇത് ഇറ്റിച്ച് കൊടുക്കുമ്പോൾ താഴെ പോയിട്ട് കട്ടിക്ക് ഇങ്ങനെ കിടക്കും. ഇപ്പോൾ കൈ കൊണ്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കട്ടിക്ക് താഴെ പോയി കിടക്കുന്ന കണ്ടില്ലേ. ഇങ്ങനെ വേണം പഞ്ചസാര ലൈനി ആവാനായിട്ട്. കണ്ടോ, ഇപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ടത് കാണാൻ പറ്റുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഈ ലായനി അങ്ങ് ഒത്തിരി ആയിപ്പോകും കേട്ടോ. ലഡു അങ്ങനെ നമുക്ക് പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ 1 നൂൽ പരുവം
പാകമായിട്ട് മാത്രമേ നിങ്ങൾ ഈ ബൂന്തി പൊടിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് തീ കുറച്ച് വെക്കുക കേട്ടോ. ഇട്ട് നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി പൊടിച്ചത് ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ല രീതിയിൽ ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ലൈനി അങ്ങ് വറ്റി വന്ന് എന്ന് കണ്ടു കഴിഞ്ഞാൽ തീ അങ്ങ് ഓഫ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇളക്കി നോക്കുന്ന സമയത്ത് പാത്രത്തിൻ്റെ അടിയിൽ ലൈനി ഒട്ടുമില്ല. ഈ ഒരു പരുവാകുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് വേറെ ഒരു പാത്രത്തിലോട്ട് ഇതിനെ അങ്ങ് മാറ്റാം. ഇത് നല്ലതായിട്ടൊന്ന് തണുത്ത് വരണമല്ലോ. വേറെ പാത്രത്തിലോട്ട് ഞാൻ ഇത് മാറ്റി നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് തണുത്ത് വന്നിട്ട് വേണം നമുക്ക് ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാൻ. എന്ന് പറഞ്ഞ് ഒത്തിരി അങ്ങ് തണുത്ത് പോകരുത്, ചെറിയൊരു ചൂട് വേണം. അന്നേരം മാത്രമേ നമുക്കിതിനെ മുറുക്കി ലഡുവാക്കി പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാണ്ട് ഇത് പകുതി മുക്കാലും തണുത്ത് വന്നിട്ടുണ്ട്, എന്നാലും ചെറിയ ഇളം ചൂടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഓരോ ഉരുളകളാക്കി എടുക്കാം. ഞാൻ കുറച്ച് മുന്തിരിങ്ങ നെയ്യിൽ വറുത്തെടുത്തിരുന്നു കേട്ടോ. ആ മുന്തിരിങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഡു ആക്കുന്ന ടൈമിൽ ഒരു മുന്തിരിങ്ങ ഇതിൻ്റെ അകത്തോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മുന്തിരിങ്ങയുടെ വെച്ച് കൊടുത്ത് നല്ലതായിട്ട് അമർത്തി അതിനെ പിടിച്ചിട്ട് അങ്ങനെ ഉണ്ടയാക്കി എടുക്കണേ. അതല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പായി കിട്ടത്തില്ല. നല്ലതായിട്ട് ഇതിനെ ഷേപ്പ് ചെയ്ത് നമുക്ക് ലഡു ആക്കി എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ ഒത്തിരി സോഫ്റ്റായിട്ട് തോന്നിക്കും. ഇതൊന്നും ബൂന്തി പോലെ വന്നില്ലല്ലോ, അതിൽ സോഫ്റ്റ് ആണല്ലോ എന്ന് തോന്നിക്കും. പക്ഷേ ഇത് നാളെ ആവുന്ന ടൈമിൽ നല്ല അതിട്ട് ഇത് കട്ടിയാവും, നല്ല ഹാർഡായിട്ട് വരും, നല്ല ബൂന്തി പോലെ ഇരിക്കും കേട്ടോ. ഞാൻ ഇന്നലെ കുറച്ച് ലഡു ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഞാനിങ്ങനെ ലഡു ഇങ്ങനെ ഓർഡർ അനുസരിച്ച് കുറേശ്ശെയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ലഡുവാണ് ഇങ്ങനെ സോഫ്റ്റായിട്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ലഡു നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയെടുത്ത ലഡുവാണ്. അപ്പോൾ നല്ല രീതിയിൽ അത് ഹാർഡായി വന്നിട്ടുമുണ്ട്. ബൂന്തിയായിട്ട് ഇങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഇരിക്കുന്നുമുണ്ട് കേട്ടോ. നല്ല ഷേപ്പിൽ കിട്ടും, നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടെ ഈ രീതിയിൽ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം ഇത്രമാത്രം പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് മാത്രമല്ല നല്ല ടേസ്റ്റ് തന്നെയുള്ള ലഡുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ഇങ്ങനെ ലഡു ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.